യേശുവിൽ സ്നേഹമുള്ളവരെ, നമ്മൾ തിരുവചനത്തെക്കുറിച്ച് വചനങ്ങൾ വായിക്കാനും അതനുസരിച്ച് പഠിക്കാനും വചനം ധ്യാനിച്ച് അത് അനുസരിച്ച് ജീവിക്കാനായിട്ട് കൃപ ലഭിക്കാനായിട്ടാണ്. നമ്മൾ വചനം വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ പ്രസംഗത്തിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. ഈശോയെ, വചനം വായിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈശോയുമായിട്ടൊരു ഐക്യത്തിൽ സ്നേഹത്തിൽ എത്തിച്ചേരാനായിട്ട്, ഈശോയിലെ വചനം വായിച്ചു കഴിയുമ്പോൾ അതിൽ ഈശോയെ കണ്ടെത്താനായിട്ട് നമുക്ക് കൃപ തരണമേന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ വചനം വായിക്കും തോറും നമ്മൾ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ അങ്ങനെയുള്ള വചനങ്ങൾ കണ്ടുപിടിച്ച് ആവർത്തിച്ച് ഏറ്റുപറഞ്ഞ് അങ്ങനെ വചനത്തെ ഒരു സാമ്പത്തിക ലാഭത്തിനും അനുദിന ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങൾക്കൊക്കെ ഒരു ആയുധമായി മാത്രം ഉപയോഗിക്കാതെ നിത്യരക്ഷ കണ്ടെത്താനായിട്ട്, നിത്യജീവൻ കണ്ടെത്താനായിട്ട്, വചനത്തെ മുറുകെ പിടിക്കാനായിട്ട്, വചനത്തിലൂടെ ഈശോയെ കണ്ടെത്താനായിട്ട്, ഈശോയുമായിട്ട് ഐക്യത്തിൽ സ്നേഹത്തിൽ എത്തിച്ചേരാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും ഈശോയെ അങ്ങേ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് യേശുവിൻ്റെ ആ വചനത്തോട് ഒരു ദാഹവും അങ്ങനെ ആ വചനം വായിക്കുമ്പോൾ ഗ്രഹിക്കാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ ഒരു അഭിഷേകം, ഒരു ദൈവികമായ ജ്ഞാനം കൊണ്ട് ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും ഈശോയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഈശോയെ ശ്രവിക്കാനായിട്ട് ഈശോ നമ്മോട് ഇപ്പോൾ സംസാരിക്കുന്ന വചനത്തിലൂടെയാണ്. അങ്ങനെ വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യവും എല്ലാം നമ്മളിലേക്ക് കടന്നു വരാനും, ദൈവത്തിൻ്റെ വാക്ക് ശക്തിയുള്ള വാക്കാണെന്നും അത് എവിടെ വചനം കേൾക്കുകയും വായിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നതിലെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം അവരിലേക്ക് കടന്നു വരുമെന്നുള്ള ബോധ്യത്തിൽ ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറക്കുകയും ചെയ്യുന്നവരെ ഞാൻ കടാക്ഷിക്കുന്നെന്ന ആ വചനത്തിൻ്റെ അനുസരിച്ച് എളിമയോടെ ആ വചനത്തെ ഹൃദയത്തിലേറ്റെടുത്ത് അത് വിശ്വസിച്ച് ഏറ്റു പറയുമ്പോഴാണ് അത് നമ്മുടെ ജീവിതത്തിലെ അത് നമുക്ക് രക്ഷകരമായിട്ട് തീരുകയുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഒരു ബുക്ക് വായിക്കുന്ന പോലെ വചനം കുറേ സമയം വായിച്ചുകൊണ്ടിരുന്നിട്ട് അത് വചനങ്ങളെല്ലാം അത് ഹൃദയത്തിൽ ഏറ്റെടുക്കാനായിട്ട് ഹൃദയത്തിൽ സംഗ്രഹിച്ച് മാതാവിനെ പോലെ അത് ധ്യാനിച്ച് അങ്ങനെ ദൈവത്തിൻ്റെ ഹിതത്തിന് കർത്താവിൻ്റെ ആസ്തി എന്ന് പറഞ്ഞ് പൂർണ്ണമായി ദൈവത്തിലേക്ക് പൂർണ്ണമായും സമർപ്പിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തെയും ഈശോയ്ക്ക് സമർപ്പിക്കാം. അങ്ങനെ ബുദ്ധിയിൽ വെറുതെ വായിച്ച് പഠിക്കാനും കുറച്ച് അറിവിൽ സമ്പാദിക്കാൻ വേണ്ടി നമ്മൾ വചനം വായിക്കാതെ അത് ഹൃദയത്തിൽ അങ്ങനെ ഒരു ദാഹം ഈശോയെ കണ്ടെത്താനായിട്ട്, ഈശോയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കാനായിട്ട്, അങ്ങനെ നിത്യരക്ഷ സാധ്യമാക്കാനായിട്ട്, അങ്ങനെ ഈശോയുടെ ആ സ്നേഹത്തിലേക്ക് ഐക്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് ഞങ്ങൾ ഓരോരുത്തർ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വചനഭാഗത്തേക്ക് കിടക്കാം. വചനത്തെ നമ്മളൊരു ഫ്രണ്ടിനെ പോലെയായി കാണാനായിട്ട് നമ്മൾ വചനം ശ്രവിക്കുമ്പോൾ വചനം നമ്മയെയും അറിയുകയും വചനത്തെ നമ്മൾ ഓരോ നിമിഷവും നമ്മൾ സ്നേഹിക്കും തോറും വചനം നമ്മയും കരുതുകയും കാക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ ഒരു സംരക്ഷണമായിട്ട് നമുക്കിപ്പോൾ തീരുകയും ചെയ്യും. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായം 10-ാം വാക്യത്തിൽ കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് നിങ്ങൾ ഓരോരുത്തരും വായിക്കുക. ഒന്നിനും ഇണ ഇല്ലാതിരിക്കുകയില്ല. എന്തെന്നാൽ കർത്താവിൻ്റെ അധരങ്ങൾ കൽപ്പിക്കുകയും ആത്മാവ് അവയെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്നു. അങ്ങനെ ബൈബിളിലെ വചനങ്ങളിലെ ഓരോരോ ചേർച്ചയായ വചനങ്ങൾ ഇണവചനങ്ങൾ വചനത്തിൽ ഉണ്ട്. അതെല്ലാം കണ്ടെത്തി വായിച്ച് അതിനെ വചനം പഠിക്കാനായിട്ട് അങ്ങനെ വചനത്തെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും അപ്പോൾ അത് ഒരു ദൈവത്തിൻ്റെ ഒരു സ്പർശനം
ആ വചനം വായിക്കുമ്പോൾ നമ്മളിൽ ദൈവത്തിൻ്റെ ശക്തിയും കൃപയും ധാരാളമായി നമ്മളിൽ വന്ന് നിറയാനായിട്ട് ഇടയായിത്തീരും. യഹൂദരൊക്കെ അവർ വചനമൊക്കെ എഴുതി അവർ ശിരസിൽ കെട്ടിവെക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തികളായിരുന്നു അവർ. അങ്ങനെ വചനത്തിൽ നമ്മൾ നയിക്കപ്പെടുവാനും വചനം വഴിയും നമ്മൾ ഓരോരുത്തരും ശക്തി പ്രാപിക്കുവാനായിട്ട്, അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിലും അകത്തും പുറത്തും വചനം വന്ന് നിറഞ്ഞ് അത് വചനത്താൽ പൊതിഞ്ഞ് നിറഞ്ഞ ഓരോ വ്യക്തികളായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഗലാത്യർക്ക് 2-ാം അധ്യായത്തില് ഞാൻ യേശുവിനെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നതെന്ന് പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഒന്ന് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 17-ാം വാക്യത്തില് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ഓരോരുത്തരും തന്നിരിക്കുന്നതിനാൽ നാം ദൈവത്തിനുള്ളവരും ദൈവം നമ്മുടേതുമാണെന്ന് നാം അറിയുന്നു. ദൈവവുമായി ഒന്നാകുന്ന വചനമായി ദൈവത്തിലെ വചനം വായിക്കുക വഴി നമ്മൾ ദൈവത്തിലും ദൈവം എന്നിലും ഞാൻ ദൈവത്തിലും ഒന്നായിത്തീരുന്ന ഒരു അവസ്ഥയിൽ എത്തിച്ചേരാനായിട്ട് നമുക്ക് ഇടയായിത്തീരും. ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു വയലിലെ നിധി കണ്ടെത്തിയ ഒരു വ്യക്തിയെ കുറിച്ച് ദൈവമാണ് യഥാർത്ഥ സ്വത്തെന്ന് കണ്ടെത്തി. ദൈവം നമ്മൾ ഓരോരുത്തരുടെയും കൂടെയുണ്ട്. ദൈവം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ വേറെ ഒന്നിൻ്റെയും ആവശ്യമില്ല എന്നുള്ള ബോധ്യത്തിൽ ആത്മാവിനെ പൂർണ്ണ ഹൃദയത്തോടെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിന്റെ അനുഭവങ്ങൾ അനുഭവിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഇടയായിത്തീരും. ദൈവത്തിൻ്റെ ദാനമായ വാഗ്ദാനം, എല്ലാ അവകാശങ്ങളും ദൈവം നമുക്ക് അർഹനായി തീരാനായിട്ട് നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെയൊക്കെ എത്ര അടുക്കുന്നുവോ അതനുസരിച്ച് നമ്മുടെ ഓരോരുത്തരുടെ മുഖവും പ്രകാശമായി തീരാനായിട്ട് തീരുകയും ചെയ്യും. അങ്ങനെ വചനം വഴി നമ്മൾ ഓരോരുത്തരുടെയും വചനത്തെ ഒരു സുഹൃത്തായിട്ട് കൊണ്ടു നടക്കാനായിട്ട്, അപ്പോൾ നമുക്ക് ഒരിക്കലും പതറുകയില്ല, തളരുകയും ചെയ്യുകയില്ല. നമ്മുടെ വരാനിരിക്കുന്ന തലമുറയോട് വചനം പ്രഘോഷിക്കാനായിട്ട്, ആ വചനത്തെ വിശ്വസിച്ച് അത് ഏറ്റെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ബൈബിളിൽ എഴുതപ്പെട്ട വചനം അത് എളിമയോടെ സ്വീകരിക്കാനും വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് വചനത്തിൽ പറയുന്ന കാര്യങ്ങൾ യേശു ഏറ്റെടുത്ത് നമ്മുടെ ഓരോരുത്തർ ജീവിതത്തിലുള്ള കുടുംബത്തിലുള്ള തകർച്ചകളെല്ലാം വചനം മാറ്റി തീരാനായിട്ട് ഇടയായി തീരും. കർത്താവിൻ്റെ വാക്കില് ഈശോയുടെ ആ ഒരു സാന്നിധ്യം ഉണ്ട്. ഈശോയുടെ വാക്ക് ജീവൻ പ്രദാനം ചെയ്യുന്നു. ലാസറെ പുറത്തു വരിക എന്ന് വാക്ക് പറഞ്ഞപ്പോൾ തന്നെ ലാസർ കല്ലറയിൽ നിന്ന് ഉയർത്ത് ജീവനിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ പ്രത്യാശ നൽകുന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെ ആ വാക്കുകൾ ഈശോയുടെ സാന്നിധ്യം കുടികൊള്ളുന്നു. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട്
ഇടയായിത്തീരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഈശോയിൽ നിന്ന് കിട്ടുന്ന കൃപയും സമാധാനവും കരുണയും ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ എല്ലാ പ്രത്യാശയും യേശുവിലാണ്. ഇപ്പോൾ ഇവിടെ ഈശോനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈശോയുടെ സാന്നിധ്യം ഇപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും കൂടിയുണ്ട് എന്നുള്ള ബോധ്യത്തില് അവൻ നമ്മെ അടുത്തു വന്ന് ശക്തിപ്പെടുത്തുകയും ആ സാന്നിധ്യം യേശുവിൻ്റെ കരം നമ്മുടെ മേലുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഇരുട്ടുപോലും ഈശോ പ്രകാശകരമായി തീർത്തുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെ സാന്നിധ്യമായി നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ഒരു ഇതിലെത്തിച്ചേരാനായിട്ട് നമുക്ക് ഇടയായി തീരാം. അങ്ങനെ ഈശോയെ സംസാരിക്കാനായിട്ട് നമുക്കാരും സംസാരിക്കാനായിട്ടില്ലെങ്കിലും ആ യേശു ക്രിസ്തുവിൻ്റെ നമ്മുടെ ഓരോരുത്തരുടെ കൂടെയുണ്ട്. എപ്പോഴും വചനത്തിൽ ജീവിച്ചുകൊണ്ട് ആ വചനം നൂറുമേനി ഫലം പുറപ്പെടുവിക്കാനായിട്ട് നമുക്കൊരു ഇടയാക്കണമേ പ്രാർത്ഥിക്കാം. അങ്ങനെ നിത്യപ്രകാശമായി തീരാനായിട്ട് പകൽ സൂര്യനും രാത്രി ചന്ദ്രനുമായ കർത്താവിനിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. ആ സാന്നിധ്യത്തില് ഈശോയുടെ പ്രകാശത്തില് ഈശോയെ സ്നേഹിക്കാനായിട്ട് ഈശോയെ പോലെ ആയിത്തീരാനായിട്ടാണ് ഈശോ നമ്മൾ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്നത് ദൗത്യം. നമുക്കോരോരുത്തർക്കും ഓരോ ദൗത്യങ്ങൾ ഈശോ നമ്മൾ ജനിക്കുന്നതിന് മുന്നേ തന്നെ നമ്മളെ ഓരോരുത്തരെ ഓരോ ദൗത്യത്തിന് വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് ആനയിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഓരോരുത്തരും അനുനിമിഷം ഈശോയെ പോലെ ആയിത്തീരാനായിട്ട് ഈശോയുടെ പ്രകാശമായി തീരാനായിട്ട് ഉള്ള ആ ഒരു വിളിയിൽ മുന്നു പോകാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നതിന് പ്രാർത്ഥിക്കാം. പത്രോസ്ലീഹ പറയുന്നുണ്ട്, ഞങ്ങൾ ആരുടെ അടുക്കിലേക്ക് പോകും? നിത്യജീവന്റെ വചസ്സുകള് നിന്റെ പക്കലാണല്ലോ. നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ട് നമുക്കൊരിക്കലും പിശാചിനെ തോൽപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല. ദൈവവചനമാകുന്ന വാള് നാവില് ഉപയോഗിച്ചുകൊണ്ട് വാക്കിലും പ്രവൃത്തിയിലും യേശുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ പിശാചിന് എതിരായിട്ടുള്ള ഏറ്റവും വലിയ ആയുധമാണ് ദൈവത്തിൻ്റെ വചനം. യേശു പോലും മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെട്ടപ്പോൾ പിശാചിനോട് പരീക്ഷകനോട് വചനം പറഞ്ഞുകൊണ്ടാണ് ഈശോ പിശാചിനെ തോൽപ്പിച്ചത്. ഒരു യഥാർത്ഥ അഭിഷേകമുള്ള ഒരാളെ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളുടെ മേലെ നിന്ന് ആ പിശാചിനെ പുറത്തു പോകുന്ന ഒരു അനുഭവം ഇടയായിത്തീരും. അങ്ങനെ നമ്മൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവ് നിറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റു വ്യക്തികളിൽ പരിശുദ്ധാത്മാവ് നിറയുന്ന ഒരു കൂട്ടായ്മയിൽ ഒരു ആനന്ദം അനുഭവിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് ഇടയായിത്തീരുന്ന ഒരു അനുഭവം ഉണ്ടാവും. അതിനാൽ ഇനി ഞാനല്ല ക്രിസ്തുവാണ് നിന്നിൽ ജീവിക്കുന്നതെന്ന്, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേറ്റവുമാണെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. എത്ര നാൾ നമ്മൾ ഈ ലോകത്തിൽ രണ്ടു വഞ്ചിയിൽ കാലുവയ്ക്കും? ദൈവാരൂപിയിലും ലോകാരൂപിയിലും ഒരുമിച്ച് കൂട്ടുകൂട്ട് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും മുന്നോട്ട് പോകാനായിട്ട് ആത്മീയമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഈ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെട്ടാൽ നമുക്ക് എന്ത് പ്രയോജനമെന്നാണ് വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. അങ്ങനെ വചനം വായിക്കുമ്പോൾ യേശു നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനമാണ് നിത്യജീവൻ. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 14-ാം വാക്യത്തിൽ അവരെ അങ്ങേ സത്യത്താൽ വിശദീകരിക്കണമേ, അങ്ങയുടെ വചനമാണല്ലോ സത്യം. അങ്ങനെ ഈശോ വചനം മാംസമായിട്ട് നമ്മുടെ ഇടയിൽ വസിച്ചു.
കൃപയും സത്യവും അവനിലൂടെയാണ് ഉണ്ടായത്. യോഹന്നാൻ സുവിശേഷം 8-12 ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുവാൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. ദൈവവചനം നമ്മുടെ ആത്മാവിന്റെ വാളാണ്. ദൈവവചനം ആത്മാവിന്റെ വാളാകണമെങ്കിൽ അത് നമ്മൾ ആവർത്തിച്ച് ഉരുവിടുമ്പോൾ മാത്രമാണ് അത് നമ്മുടെ ആത്മാവിന്റെ വാളായിട്ട് തീരുകയുള്ളൂ. എബ്രായർക്ക് ലേഖനം 4-12 ദൈവവചനം ജീവനുള്ളതാണ്. വചനം ആക്റ്റീവായി ഉപയോഗിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാനായിട്ട്, ദൈവം പറഞ്ഞ വാഗ്ദാനം പ്രാപിക്കാനായിട്ട് പിശാചിനെതിരെയുള്ള ഏറ്റവും വലിയ ആയുധമാണ് ദൈവവചനം. എഫെസ്യർക്കാർക്ക് ലേഖനം 6-17 നമ്മൾ ആത്മാവിന്റെ വാള് ദൈവവചനം എടുത്ത് ഉപയോഗിക്കണമെന്ന് പരിശുദ്ധമായ സഹായത്താൽ നിങ്ങൾക്ക് ബുദ്ധിക്കതീതമായ ദൈവിക ജ്ഞാനം കൊണ്ടും വെളിപ്പാട് കൊണ്ടും ദൈവത്തിന്റെ അറിവിന്റെ ആ ഒരു പ്രകാശത്തിലേക്ക് നമ്മൾ ഓരോരുത്തരെ നയിക്കട്ടെ എന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. എഫെസ്യർക്കാർക്ക് ലേഖനത്തിലെ 6-10 ആത്മീയമായ ഒരു യുദ്ധത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും പ്രതിരോധന ആയുധമായി നീതിയുടെ കവചവും വിശ്വാസത്തിന്റെ പരിചയം രക്ഷയുടെ പടത്തൊപ്പിയും അണിഞ്ഞുകൊണ്ട് ദൈവജനമാകുന്ന ആത്മാവിന്റെ വാള് എടുത്തുകൊണ്ട് അങ്ങനെ ദൈവത്തിനെ ആവർത്തിച്ചാർത്ത് ഉരുവിട്ടുകൊണ്ട് ദൈവവചനം നമ്മൾ ഓരോരുത്തരുടെ ഹൃദയത്തിലാണ് സംസാരിക്കുന്നത്. മനുഷ്യന്റെ രഹസ്യങ്ങളെ ഭാവനകളെ എല്ലാം അത് ആക്റ്റീവാക്കുകയും അങ്ങനെ നമ്മളിലുള്ള എല്ലാ അഴുക്കുകള് നമ്മുടെ മജ്ജയിലും ആ സന്ധിബന്ധങ്ങളിലൊക്കെ അത് തുളച്ചു കയറിക്കൊണ്ട് നിത്യരക്ഷ കൈവരിക്കാൻ പോലും ദൈവവചനം എടുത്ത് ഉപയോഗിക്കാനായിട്ട് സാത്താനെതിരെയുള്ള എല്ലാ ആയുധങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ആയുധം ആയുധമാണ്. മരുഭൂമിയിൽ യേശു പറഞ്ഞു, ദൈവമായ കർത്താവിനെയും പരീക്ഷിക്കരുത് എന്ന് ഈശോ സാത്താനോട് ദൈവവചനം എടുത്ത് പ്രയോഗിക്കുന്നതായിട്ട് അവിടെ കാണാൻ സാധിക്കും. അങ്ങനെ യേശു ഒരു വാക്ക് പറഞ്ഞാൽ പിശാച് തൽക്ഷണം അവിടെ നിന്ന് വിട്ടുപോകുന്നതായിട്ട്, രോഗം മാറുന്നതും അങ്ങനെ ദൈവത്തിൻ്റെ രാജ്യം വന്നു നിറയുന്നതായിട്ട് നമുക്ക് ആ വചനത്തിലെല്ലാം കാണാനായിട്ട് സാധിക്കും. വചനം വായിക്കുമ്പോൾ നമുക്ക് ഉള്ള ലക്ഷ്യം ഈശോയെ സ്വന്തമാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി നമുക്ക് വചനം വായിക്കാനായിട്ട് പരിശ്രമിക്കാം. വചനത്തിൻ്റെ കൃപ നാളുകൾ ലഭിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മൾ എളിമപ്പെട്ടുകൊണ്ട് അപമാനവും നിന്ദനവും എല്ലാം തുണവൽക്കരിച്ചുകൊണ്ട് വചനത്തിന് വേണ്ടി ജീവിക്കാനായിട്ട്, രോഗങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം വരുമ്പോഴും ആ യേശുവിനെ വചനത്തിൽ ഈശോയെ കണ്ടെത്താനും സ്നേഹിക്കാനുമുള്ള ഒരു ആത്മബലം കൊണ്ട് ഞങ്ങൾ ഓരോരുത്തർ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കാം. 1 കൊരിന്ത്യക്കാർക്ക് 4-1-2 വാക്യങ്ങളും കാര്യസ്ഥന്മാർക്ക് വിശ്വസ്തത കൂടിയേ തീരൂ. അപ്പോൾ എൻ്റെ തിമോത്തിയോസിനെ പൗലോസ് പറയുന്നുണ്ട്, ഈശോയ്ക്ക് വേണ്ടി വിശ്വസ്തനായി ജീവിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തരും പരിശ്രമിക്കാം. ദൈവരാജ്യം നിധിക്ക് തുല്യമാണ്. അത് കണ്ടെത്തുന്നവൻ തനിക്കുള്ളതെല്ലാം വിറ്റ് വചനം ആ വയല് വാങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ ദൈവരാജ്യത്തിന് വേണ്ടിയും ഈശോയ്ക്ക് വേണ്ടി എല്ലാ ആഗ്രഹങ്ങളും കളഞ്ഞുകൊണ്ട് ദൈവകൃപയാണ് നമുക്ക് ഓരോരുത്തരും കിട്ടേണ്ടതെന്നുള്ള ബോധ്യത്തില് ദൈവരാജ്യം വയലിൽ ഒളിച്ചിരിക്കുന്ന നിധിക്ക് തുല്യമെന്ന പോലെ ഹൃദയത്തിൽ എപ്പോഴും വചനം വായിക്കാനും അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു പരിശുദ്ധ അമ്മയെ പോലെ വചനം ധ്യാനിക്കാനായിട്ട്
അവന് സ്വന്തം ജനത്തിനടുക്കിലേക്ക് വന്നു. പക്ഷേ അവനെ ഈശോയെ സ്വന്തം ജനങ്ങള് സ്വീകരിച്ചില്ല എന്ന് വചനത്തിൽ കാണുന്നു. യോഹന്നാൻ സുവിശേഷം 10-ാം വാക്യത്തിൽ തന്നെ സ്നേഹിക്കുന്നവർ തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാവാനായിട്ട് ഈശോ കഴിവ് നൽകി. കൊളോസ്യസ് ലേഖനം 4-ാം വാക്യത്തില് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്നും ദൈവത്തിന്റെ കവാടം തുറന്നു കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് അതിൽ ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഞാൻ വായി തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കാനായിട്ട്, അങ്ങനെ ഹൃദയത്തില് വചനം കൊണ്ട് നിറയാനായിട്ട് ഹൃദയത്തിന് നിറവിൽ നിന്നാണ് അതരം സംസാരിക്കുന്നത്. ഹൃദയത്തില് ഈശോയുടെ വചനം ഒന്നറിയുമ്പോൾ നമ്മുടെ സംസാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും എല്ലാം ഈശോയുടെ കുറിച്ച് സംസാരിക്കാനായിട്ടുള്ള ഒരു അങ്ങനെ നമ്മൾ ഓരോരുത്തർക്കും മറ്റുള്ളവർക്കും ഈശോയെ പകർന്നു കൊടുക്കുന്ന വ്യക്തികളായി തീരാനായിട്ട് ഹൃദയത്തില് വചനം കൊണ്ട് നിറയ്ക്കാനായിട്ട് കഴിവ് തരുന്നമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പാപികളായ വ്യക്തികളൊക്കെ എപ്പോഴും ആത്മാവിലെ വചനം എടുക്കുന്നതിന് പകരം അവർ ബുദ്ധിയിലാണ് അവരെ വചനം ഏറ്റെടുക്കുന്നത്. ആത്മാവിൽ എളിമയും അനുതാപം ഉണ്ടായിരിക്കും. വചനം കേൾക്കുകയും വിറക്കുകയും ചെയ്യുന്നവരെയാണ് ഞാൻ കടാശിക്കുന്നത്. അപ്പോൾ അത് എളിമയും അനുതാപവും ഉള്ള ആത്മാവിൽ മാത്രമേ വചനം അതിൽ സ്വീകരിക്കാനുള്ള ഒരു കൃപ ലഭിക്കുകയുള്ളൂ. 1 കൊരിന്ത്യർ 2:14 ലൗകിക മനുഷ്യനെ ദൈവത്തിന്റെ ആത്മാവിന്റെ ദാനങ്ങൾ മോശത്വമാകയാൽ അവനത് സ്വീകരിക്കുന്നില്ല. ആത്മീയനായിട്ട് എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. അവനെ വിധിക്കാനായിട്ട് ആർക്കും സാധിക്കുകയില്ല. ഫിലിപ്പിയർക്ക് ലേഖനം 2-ാം വാക്യത്തില് ദൈവത്തോടുള്ള സമാധാനം നിർത്തേണ്ട കാര്യമായി അവന് പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ചു. ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. അതേക്കുറിച്ച് മരണം വരെ അവൻ തന്നെ താഴ്ത്തി. അതുകൊണ്ട് ദൈവം അവനെ എല്ലാം നാമങ്ങൾക്കുപരിയായ നാമം നൽകുകയും ചെയ്തു. വചനം നമ്മൾ ഒരിക്കലും ബുദ്ധിയിൽ സ്വീകരിക്കാതെ അത് ഹൃദയത്തിൽ സ്വീകരിക്കാനായിട്ട് കൃപ തരുന്നമേ നമുക്ക് ജീവിക്കാം. ജീവിതക്ലേശങ്ങളും സുഖലോലതകളും എന്നിവ മാറാൻ വേണ്ടിയാണ് പല വ്യക്തികളും ഇന്ന് വചനം പഠിക്കുന്നത്. അതിന് ജീവിതത്തിൽ ക്ലേശങ്ങളൊക്കെ മാറാൻ വേണ്ടിയും ഇന്ന് സമ്പത്തിന് വേണ്ടിയും അങ്ങനെ രോഗം മാറാൻ വേണ്ടിയൊക്കെയാണ് ഇന്ന് വചനങ്ങൾ കേൾക്കാനായിട്ട് ആൾക്കാർ വരികയും അവർ പഠിക്കുകയൊക്കെ ചെയ്തത്. ഇത്രയൊക്കെ വചനങ്ങൾ നമ്മൾ കേട്ടിട്ടും നമ്മൾ ഓരോരുത്തർക്കും ഒരു മാറ്റവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. നമ്മൾ ഒരിക്കലും വചനം ഹൃദയത്തിൽ സ്വീകരിക്കുന്നില്ല, അത് ബുദ്ധിയിലാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ദൈവം അതുകൊണ്ട് ബുദ്ധിമാന്മാരിൽ നിന്ന് മറിച്ച് അത് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി എന്നാണ് ദൈവത്തിന്റെ ഹിതമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈശോയത് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ദൈവവചനം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനായിട്ട് ദൈവത്തെ വചനത്തെ സാത്താൻ നമ്മളെ ആക്രമിക്കുന്നത് നമ്മുടെ മനസ്സിലാണ്. സാത്താൻ നെഗറ്റീവ് കാര്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പിശാചിന്റെ പ്രലോഭനങ്ങളെ നമുക്ക് തോൽപ്പിക്കണമെങ്കിൽ, വിജയം വരിക്കണമെങ്കിൽ നമ്മൾ ദൈവജനമാകുന്ന വാളെടുത്ത് പരിചയമായി വെട്ടാനായിട്ട് നമുക്ക് സാധിക്കണം. വചനത്തിന്റെ മേലുള്ള ശക്തി ദൈവത്തിന്റെ ശക്തിയാണ്. വചനം ആവർത്തിച്ച് പറയുമ്പോൾ ദൈവത്തിന്റെ ശക്തി നമ്മൾ ഓരോരുത്തരുടെ മേലും വന്നു നിറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ വചനം ദാഹത്തോടെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വചനത്താൽ പറഞ്ഞ കാര്യങ്ങൾ
ആ വ്യക്തിയിൽ വന്നു നിറയുന്നതായിട്ട് ഇടയായിത്തീരും. ഏത് പ്രതിസന്ധികളിൽ നിന്നും നിരാശയിൽ നിന്നും കരകയറ്റാനായിട്ട് വചനത്തിന് സാധിക്കും. കർത്താവിന് തരം കൽപ്പിക്കുകയും അവിടുത്തെ ആത്മാവ് അതിനെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തു എന്ന് ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ വാക്ക് ഉച്ചരിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തിയെയും നമ്മൾ ഓരോരുത്തരിലും വന്നു നിറയാനായിട്ട് ഇടയായിത്തീരും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 16-ാം വാക്യത്തില് മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വരുന്നു, അത് അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുകയും സസ്യങ്ങൾ മുളപ്പിക്കുകയും ഭക്ഷിക്കാൻ ആഹാരവും എല്ലാം ലഭ്യമാക്കുന്നു. അതുപോലെ എൻ്റെ അതിരത്തിൽ നിന്ന് വരുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായിട്ട് അത് ഒരിക്കലും തിരിച്ചു വരില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റുക തന്നെ ചെയ്യും. അങ്ങനെ ദൈവത്തിൻ്റെ ലക്ഷ്യം ഓരോ വാക്കും ഓരോ വചനവും അത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ വിജയപ്രദമായിട്ട് ആ വചനം നമ്മളെ വിത്ത് വിതയ്ക്കാനായിട്ട് ഇടയായിത്തീരുമെന്നും ഈ വചനത്തിലൂടെ നമ്മെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ധ്യാനിക്കാം. ഫിലിപ്പിയർക്കെതിരെ ലേഖനം 13-ാം അധ്യായത്തില് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണുള്ളത്. ഫിലിപ്പിയർക്കെതിരെ ലേഖനം 3-ാം അധ്യായം 7-ാം വാക്യത്തിലെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം ഏറ്റവും വിലയുള്ളതാകയാൽ സർവ്വവും ഉച്ഛിഷ്ടമായി ഞാൻ കരുതുന്നു. അത് നേടിയെടുത്തുനിന്ന് അങ്ങനെ യേശുവുമായി ഒന്നായി കാണപ്പെടാനായിട്ട് വേണ്ടിയാണ് ഞാനിത്. അങ്ങനെ യേശു ക്രിസ്തുവാകുന്ന ഉന്നതമായുള്ള വിളിയിലേക്കാണ് വിളിക്കായി ഞാൻ തന്നെ മറന്നുകൊണ്ട് ദൈവത്തിൽ ജീവിക്കുന്നു. രണ്ട് യജമാനന്മാരെ നമുക്ക് ഒരുമിച്ച് സേവിക്കാനായിട്ട് ഒരിക്കലും സാധിക്കുകയില്ല. 2 കൊരിന്ത്യർക്കാർക്ക് 2-ാം അധ്യായം 15-ാം വാക്യത്തില് ദൈവത്തിന്റെ ദൈവജനം കച്ചവടം നടത്തുന്ന വ്യക്തികളായിട്ട് നമ്മൾ ഒരിക്കലും തീരാതിരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നിത്യജീവന് വേണ്ടിയിട്ട് അധ്വാനിക്കുന്നവരായിട്ട് വ്യക്തികളായി തീരാൻ നമുക്ക് ഓരോരുത്തർക്ക് കൃപ തരണമേന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. 2 കൊരിന്ത്യർക്കാർക്ക് 1-ാം വാക്യത്തില് ഞങ്ങൾ വസിക്കുന്ന ഒരു നശ്വരമായ ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മതമല്ലാത്തതും ശാശ്വതവുമായ ഒരു സ്വർഗീയ ഭവനം ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. വാസ്തവത്തിൽ ഞാൻ ഇവിടെ നെരിവേർപ്പെടുന്നു. സ്വർഗീയമായ വസതിയിൽ എത്തി പാലിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ നെരിവേർപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഓരോരുത്തരും ചെയ്യാനായിട്ട്. നിദ്ര വിട്ടുന്നേണ്ട മണിക്കൂറാണ് ഇത്. ദേശം നാം ആരും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അടുത്തെത്തിയിരിക്കുന്നു. രാത്രി കഴിയാറായി, പകൽ ഉദിച്ചിരിക്കുന്നു. ആകയാൽ അന്ധകാരത്തിൻ്റെ പ്രവർത്തികളെ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ പ്രവർത്തികളെ നമുക്ക് പ്രവർത്തിക്കാം. അതുകൊണ്ട് വചനം നാം യേശുവായിട്ട് നമ്മൾ ഓരോരുത്തരെയും മാറ്റുന്നതാണ് ദൈവത്തിൻ്റെ വചനം. അങ്ങനെ വചനം വായിക്കാനും വചനം പഠിക്കാനും അങ്ങനെ യേശുവിൻ്റെ പ്രവർത്തികൾ ഈ ഭൂമിയിൽ നിറവേറ്റാനായിട്ട് അങ്ങനെ നമ്മൾ ഓരോ വചനങ്ങളും അങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ അത്ഭുതങ്ങളും അടയാളങ്ങളും വഴിയും ആ വചനം സ്ഥിരീകരിക്കുന്നതായിട്ട് നമുക്ക് അപ്പസ്തലന്മാരുടെ പ്രവർത്തനത്തിലെ ലേഖനങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. പത്രോസൊക്കെ ഒരു വചനം പറയുമ്പോൾ ആ വചനം ഈശോ അത്
അത്ഭുത അടയാളങ്ങളിലൂടെ അത് സ്ഥിരീകരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓരോ അത്ഭുതങ്ങളിലൂടെയും ഈശോ അവിടെ പ്രഖ്യാപിക്കുന്നത് ഞാൻ ദൈവമാണെന്നും വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള അത്ഭുതങ്ങൾ അടയാളങ്ങളാണ് ഈശോ അവിടെ പ്രവർത്തിക്കുന്നതായിട്ട് കാണിക്കുക. ഈ പ്രവർത്തനമെല്ലാം നമ്മളിലൂടെയും ഇന്ന് തുടരാനായിട്ട് ഈശോ നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നുണ്ട്.